അമേരിക്കയുടെ ഇടപെടലോടെ ഇറാൻ ഇസ്രയേൽ സംഘർഷം പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണെന്ന് വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ CA ജോസ് കുട്ടി. പശ്ചിമേഷ്യയിലെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ യുദ്ധം ഈ 10ാം ദിവസം അമേരിക്കയുടെ ഇടപെടലോടുകൂടി ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ഇറാനിലെ പ്രധാനപ്പെട്ട 3 ആണവ കേന്ദ്രങ്ങൾ, ആണവായുധങ്ങൾ ഉണ്ടാക്കുവാൻ ശേഷിയുള്ള ഫോർദോ, നാദൻസ്, ഇഷഫാൻ, ഇങ്ങനെ 3 ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചിരിക്കുകയാണ്. അങ്ങനെ അമേരിക്കയുടെ ഇടപെടലോടുകൂടി യുദ്ധം ഒരു പുതിയ തലത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് കരുതാവുന്നതാണ്. യുദ്ധം തുടങ്ങിയ സമയത്ത് ഇസ്രായേൽ മുന്നോട്ട് വെച്ച ലക്ഷ്യങ്ങൾ ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കുക, ആണവശേഷിയില്ലാത്ത ഒരു രാജ്യമാക്കി ഇറാനെ മാറ്റുക. മറ്റൊന്ന്, ഇസ്രായേൽ പറഞ്ഞിരുന്നത് അവിടുത്തെ ഖൊമേനിയുടെ ഭരണകൂടത്തെ മാറ്റുക, ഭരണമാറ്റം. ഇതുമായിരുന്നു ഇസ്രായേൽ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങൾ. എന്നാൽ അമേരിക്ക അത്തരത്തിലുള്ള ഒരു ലക്ഷ്യമല്ല പറഞ്ഞിട്ടുള്ളത്. ആണവ നിലയങ്ങൾ, ആണവശേഷി ഇല്ലാതാക്കുക എന്നുള്ളതാണ്. രണ്ടായിരുന്നാലും ഇതോടുകൂടി ഇറാൻ, അമേരിക്കയും ഇസ്രായേലും മറ്റ് പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളും ആവശ്യപ്പെടുന്നത് പോലെ ആണവശേഷിക്ക് വേണ്ടി ഇനി ശ്രമിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചർച്ചയിലേക്ക് പെട്ടെന്ന് വരുവാനുള്ള സാധ്യത കുറവാണ്. കാരണം കഴിഞ്ഞ ദിവസം ജനീവയിലും മറ്റുമൊക്കെ നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു അക്രമവുമായി അമേരിക്ക മുന്നോട്ട് വന്നത്.